ഇവരുടെ കർമ്മപരമായിട്ടുള്ള പ്രതീകമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് ആവനാഴിയിലിരിക്കുന്ന അമ്പാണ്. ആവനാഴിയിൽ എപ്പോഴും അമ്പ് പരിമിതമായിരിക്കും. അല്ലെങ്കിൽ അർജുനൻ്റെ ആവനാഴി പോലെ ആയിരിക്കണം, തീരുന്നതിന് വരണം. നമുക്ക് ആ ഭാഗ്യമില്ലല്ലോ. അപ്പം ഇവരുടെ ലക്ഷ്യബോധവും ഊർജവും കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതാണ്. ഓരോ അമ്പും എയ്യുമ്പും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ ആവനാഴിയിൽ അമ്പ് കുറവുമായിരിക്കും. ലക്ഷ്യമില്ലാതെ അമ്പുകൾ പല വഴിക്ക് എയ്ത് തങ്ങളുടെ ജീവിതം തന്നെ ഒരു ലക്ഷ്യമില്ലാതെ തൻ്റെ ജീവിതം ഊർജവും എല്ലാം പാഴാക്കുന്നത് പോലെ പാഴാക്കാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു പാഠം. നിങ്ങളുടെ കഴിവിനെ വിവേകപൂർവം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തത്, ഇവരുടെ ജീവിതത്തിൽ തിരിച്ചടിയും അതുപോലെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, ഫെയിലാവുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും വീഴുന്നു, എഴുന്നേൽക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ പോലെയാണ്, വീണ്ടും വീഴും, അവർ ഒന്നുമില്ലാതെ എണ്ണീക്കുന്നു, ഒരു ചെറിയ കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ എണ്ണീച്ച് ചിരിച്ചുകൊണ്ട് ഓടുന്നു. അതുപോലെയാണ് ഇവർ വീഴുന്നു, എഴുന്നേൽക്കുന്നു. അത് സാധാരണ ഓരോ തവണ വീഴുമ്പോഴും അതൊരവസാനമല്ല എന്നുള്ളത് ഓർക്കുക. പരാജയത്തെ ഒരു പാഠമായി കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ വീഴ്ചയും എൻ്റെ മികച്ച ഒരു തുടക്കത്തിൻ്റെ, എൻ്റെ ഒരു മികച്ച ഒരു വേർഷൻ്റെ, അതിലേക്കുള്ള യാത്രയുടെ ഒരു ആരംഭമാണെന്ന് മനസ്സിലാക്കി, മികച്ച ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ല. ഭ്രാന്തായിരിക്കും ഉള്ളിൽ, പെട്ടെന്ന് ദേഷ്യം ഒരു അതെല്ലാം കൊണ്ട് അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാം അവരെ ഉപേക്ഷിക്കും. ശ്രീരാമചന്ദ്രൻ ഏതുപോലെയാണോ ഒറ്റപ്പെട്ടു പോയത്, അതുപോലെ എത്ര കഴിവുണ്ടെങ്കിലും ഞാൻ യോദ്ധാവായിട്ടിരിക്കുന്നതിൽ ഞാൻ ശ്രീരാമനാകുന്നു എന്ന് പറയുന്നുണ്ട് വിഭൂതി യോഗത്തിൽ. അസ്ത്രശസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ധനുർവേദത്തിൽ ഞാൻ ശ്രീരാമനാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കഴിവുണ്ടായിട്ട് പോലും പ്രതിസന്ധികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയും തിരിച്ചടികൾ വരികയും ചെയ്യും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പരാജയത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും